ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നലെ മാർക്കറ്റിന്റെ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു വ്യൂ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞത് ബാങ്ക് നിഫ്റ്റി 52,600 മുകളിൽ ഒരു 5 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസിംഗ് തരണം. അതിനുശേഷം റീടെസ്റ്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, മേലേക്ക് എൻട്രികൾ പ്ലാൻ ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ടിന് സാധ്യത ഉണ്ട് എന്നുള്ളത്. അതുപോലെ താഴേക്കാണെങ്കിൽ 52,000 താഴെ ഒരു 15 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസിംഗ്, അത് ശേഷം കണ്ടിന്യൂഷൻ കിട്ടുകയാണെങ്കിൽ മാത്രം താഴേക്ക് ട്രേഡ് ചെയ്യാം. ആക്ച്വൽ ക്വാണ്ടിറ്റിയുടെ പകുതി മാത്രം അല്ലെങ്കിൽ അതിലും കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രം ട്രേഡ് ചെയ്താൽ മതി എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ മാർക്കറ്റിന്റെ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞത്. അതാണ് പിന്നെ നല്ലതെന്നുള്ളതും അല്ലെങ്കിൽ റിസ്ക് കൂടാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞത്. ഇന്ന് നിഫ്റ്റിയും സെൻസെക്സും എന്ത് ചെയ്തു, തൊട്ട് മുമ്പുണ്ടായിരുന്ന ഒരു ഗ്യാപ്പ് നിലവിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ, ഒരു 3 ദിവസം കൺസോൾട്ടേറ്റ് ചെയ്ത് തരിക, അവിടെ നിന്ന് സെൽ ഓഫ് വന്നു, ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തു. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ കേസിൽ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യാനുള്ള വരവാണ് എന്നുള്ളതാണ്. അപ്പം ഇനി മാർക്കറ്റിൽ സാധ്യത എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്യാം, കയറി പോകാനായിരിക്കാം. അപ്പോൾ ഈ ഒരു ലോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിഫ്റ്റി മേ ബി വന്നേക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലോ വരേക്ക് മാർക്കറ്റിൽ ഒരു പൊസിഷൻ ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. പക്ഷേ അതൊരു പ്രോബബിലിറ്റി മാത്രമാണ്. നാളെ ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, നാളെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസൈഡ് ക്യാൻഡിലായിട്ട് തീരാം. പിന്നെ അതിന് കണ്ടിന്യൂഷൻ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ചെയ്യാം. പക്ഷേ ഇനി ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് അടുത്ത ടാർഗറ്റ് ആയിട്ടുള്ള 23,575 താഴെ അല്ലെങ്കിൽ 23,396 ലെവലിലൊക്കെ മാർക്കറ്റ് എന്ത് ചെയ്യാം, വരാം എന്നുള്ളതുകൊണ്ട് ഇതായിരിക്കും നമ്മൾ ഇനി ടാർഗറ്റ് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ ഒരു ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. ഒരു ഹോൾട്ട് ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ബുള്ളിഷ് ക്യാൻഡിൽ, അതൊരു സ്ട്രെങ്ത്തുള്ള ക്യാൻഡിലാണ് തോന്നുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം അടുത്ത ദിവസം, അതായത് തിങ്കളാഴ്ചക്ക് ചെയ്യാം മേലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. നാളെ നിഫ്റ്റിയിലെ ട്രേഡുകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നിഫ്റ്റി ബാങ്കിൻ്റെ കേസിലാണെങ്കിൽ സെയിം സിനാരിയോ ആണ്. പക്ഷേ നിഫ്റ്റി ബാങ്ക് ഏറ്റവും നല്ലൊരു പെർഫോമൻസ്, അതായത് രാവിലെ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്തത് നിഫ്റ്റി ബാങ്ക് ആയിരുന്നു. കമ്പാരിറ്റീവ്ലി നിഫ്റ്റി 92-95 പോയിന്റ് മൂവ് ചെയ്തപ്പോൾ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, ഏകദേശം 0.77% മേലേക്ക് പോയി. ഗ്യാപ്പ് അപ്പിന് ശേഷമാണ്, ഗ്യാപ്പ് കൂടി പിന്നെ കൂട്ടുകയാണെങ്കിൽ ഒരു 0.8% അടുത്ത് മേലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തത്, നിഫ്റ്റി ബാങ്ക് പൊട്ടി വീണത്. അപ്പം നാളേക്ക് ഇതിലും തന്നെയാണ്. ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. ഈ ക്ലോസിങ് അതേപോലെ ഈ ഏരിയ മാർക്കറ്റ് എന്ത് ചെയ്യാം, പ്രസൻസ് ആയിട്ട് ആക്ട് ചെയ്യാമെന്നുള്ളതുകൊണ്ട് ഈ ഏരിയ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആണ്, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരും എന്നുള്ള കൺസെപ്റ്റ് ട്രേഡ് ചെയ്യാം. ഇൻ കേസ് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു പ്രൈസ് ആക്ഷൻ ഫോം ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ നമ്മൾ ട്രേഡുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുക, വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഇതാണ് നാളേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്ന നിഫ്റ്റി ബാങ്കിലെയും നിഫ്റ്റി 50ലെയും ട്രേഡുകൾ. അതേപോലെ സെൻസെക്സിനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിഫ്റ്റി ചെയ്തതുപോലെ തന്നെ സെൻസെക്സ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. 78,911 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ 78,456, അത് കഴിഞ്ഞാൽ 77,852 എന്നുള്ള ലെവലിൽ ടാർഗറ്റ് ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇൻ കേസ് മുകൾക്ക് ട്രേഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം, ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്ത് ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ ചെറിയ രീതിയിൽ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, മാർക്കറ്റ് മേലെ പോയിട്ട് നമുക്ക് ക്ലോസിങ് തരുന്ന ക്യാൻഡിൽ മിക്കവാറും ഒരു ഡോജി ആവാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് മാർക്കറ്റിൽ കൂടുതൽ നേരം ഹോൾഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇൻ കേസ് നിങ്ങൾക്ക് ട്രേഡ് കിട്ടി അതിൻ്റെ SL ട്രയൽ ചെയ്ത് പോവുകയാണെങ്കിൽ ഓക്കെ. അതല്ലാത്ത കേസിൽ നമുക്ക് എന്ത് ചെയ്യണ്ട, നമ്മൾ ട്രേഡ് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു ഏരിയ ബ്രേക്ക് ഔട്ട് തന്നിട്ട് മാർക്കറ്റ് ചിലപ്പം ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് കാണിച്ച് എന്ത് ചെയ്യാം, റിവേഴ്സിൽ വരാമെന്നുള്ളതുകൊണ്ട് തന്നെയാണ്, വേറൊന്നുണ്ടായിട്ടല്ല. നമുക്ക് ഒരു ഡോജി ടൈപ്പ് ക്യാൻഡിൽ നാളെ ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് വലിയ ട്രേഡുകളൊന്നും മേലേക്ക് പ്ലാൻ ചെയ്യുന്നില്ല. ഇനി ഇൻ കേസ് നാളെ വലിയ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് കണക്കൂട്ടാം, ഈ ഒരു ലെവലിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 80,000 എന്നുള്ള ലെവല് റീടെസ്റ്റ് ചെയ്ത് താഴെ വരികയാണോ, അതല്ലെങ്കിൽ ഈ ലെവലിന് മുകളിൽ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണോ എന്നുള്ളത് പ്രൈസ് ആക്ഷൻ നോക്കിയതിന് ശേഷം മാത്രമേ ട്രേഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് ഒരു പ്രൈസ് ആക്ഷൻ ഫോം ചെയ്യുന്ന അതിലേക്ക് മാർക്കറ്റിന് വിട്ട് നിൽക്കുക എന്നുള്ളതാണ് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് സെൻസെക്സിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. വലിയ ഗ്യാപ്പ് അപ്പുകൾ 80,550 അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ലെവലിൽ 80,550 മുകളിൽ ഫസ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നുണ്ടോ നോക്കും. ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക്
ഒരു പുൾ ബാക്ക് അല്ലെങ്കിൽ റിട്രേസ്മെന്റ് വന്നതിന് ശേഷം തിരിച്ചു പോവുകയാണെങ്കിൽ ട്രേഡ് പ്ലാൻ ചെയ്യാം. ഒരിക്കലും വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിന് കണ്ടിന്യൂഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യില്ല. കാരണം അത് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റാന്നുള്ളതാണ്, അല്ലെങ്കിൽ വലിയ സ്റ്റോപ്പ് ലോസ് വരും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ചെറിയ പുൾ ബാക്കുകൾ തന്നു, അല്ലെങ്കിൽ വലിയ പുൾ ബാക്ക് ആണെങ്കിൽ കുഴപ്പമില്ല. അതിനുശേഷം നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റും. നമ്മുടെ റിസ്ക് അനുസരിച്ചുള്ള സ്റ്റോപ്പ് ലോസ് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. നാളെ മിക്കവാറും ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആയിരിക്കാം എന്നുള്ളതുകൊണ്ട് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്താൽ കൂടുതലായിട്ടുള്ള ട്രേഡുകൾ അല്ലെങ്കിൽ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുക. വലിയ ക്വാണ്ടിറ്റികൾ പ്ലാൻ ചെയ്യുന്നില്ല. മാക്സിമം എത്ര കുറക്കാൻ പറ്റുമോ അത്രയും കുറഞ്ഞ ക്വാണ്ടിറ്റിയിലായിരിക്കും ഇനി ഈ ഒരു മാസത്തെ, അതായത് നാളെ ദിവസം കൂടെ ഉള്ള ഈ മാസത്തിൽ ട്രേഡ് ചെയ്യുന്നുണ്ടാവുക. ഇന്ന് ഓൾറെഡി മൊമെൻറ്റം തന്നു എന്നുള്ളതുകൊണ്ട് നാളെ മൊമെൻറ്റം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതൊക്കെയാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റ് വ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാ ദിവസവും നമ്മൾ ഇതേപോലെയുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഇതേപോലെ മാർക്കറ്റിൻ്റെ അനാലിസിസ് വീഡിയോ കാണുന്നതായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കൂടിയാൽ നന്നായിരിക്കും.